പാലക്കാട്ടെ ഒരു കൂട്ടം സിനിമാ പ്രേമികളുടെ സ്വപ്നം പൂവണിയുന്നു. വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്ന കോലാഹലം സിനിമ ഇന്ന് തിയേറ്ററുകളിലെത്തി. ഷൊർണൂർ, ത്രാങ്ങലിയിലും ഭാരതപ്പുഴയുടെ തീരത്തുമായാണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. ആ മേളപ്പൊലിമ നിലച്ചിരിക്കുന്നു. മേള കലാകാരൻ പെരിങ്ങോട്ടുകര നാരായണ മാരാർ നിര്യാതനായിരിക്കുന്നു. അയാൾ മരിച്ചു കിടക്കല്ലേ? അയാൾ ബർത്ത്ഡേ പാർട്ടി ഒന്നല്ലോ ഇവിടെ. കൊട്ടി പുറത്ത് കയറി കൊട്ടിന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അങ്ങനെ. സുമേജ് ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് താഴ്ത്തിക്കല്ലേ, ഇവിടെ കരയാൻ ആരുമില്ലേ, സുഭാഷ് ഒറ്റയ്ക്കുള്ളൂ. അമേച്ചർ നാടകരംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചവരുടെ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം ഇവിടെ പൂവണിയുകയാണ്. സിനിമ എന്ന ആഗ്രഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് തിയേറ്റർ സിനിമ എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിക്കുന്നത്. എക്കാലത്തെയും മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഷൊർണൂരും ഒറ്റപ്പാലവും പരിസര പ്രദേശങ്ങളിലുമായാണ് പൂർണ്ണമായും സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടക്കം നിരവധി കലാകാരന്മാർ കോലാഹലത്തിൽ പിന്നണിയിലും എത്തുന്നുണ്ട്. ആകെ 5 ഗാനങ്ങളുള്ള സിനിമയ്ക്ക് വിഷ്ണു ശിവശങ്കറാണ് സംഗീതം നൽകിയിട്ടുള്ളത്. താരനിരയുടെ വലിപ്പത്തിനിപ്പുറം കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകന്റെ സമയത്തിന് വില കൽപ്പിക്കുന്നതാകുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂട്ടായ്മ ഉടലെടുത്ത ചിത്രമാണ്. ഷോർട്ട് ഫിലിം പിടിക്കുന്ന കാലം തൊട്ട് ഭാരതപ്പുഴയും ട്രെയിനും ഈ പരിസരങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന കുറച്ച് ആളുകൾ മലയാള സിനിമ എത്തിപ്പിടിക്കുകയാണ്. അതിൽ റഷീദാണെങ്കിലും റഷീദാണ് ഇതിന്റെ ഡയറക്ടർ, റഷീദ് പറമ്പിലാണ്. ഷിഹാബ് അമലിനാണ് ഇതിന്റെ ക്യാമറാമാൻ. ഇതിനൊരു ടെക്നിക്കൽ ക്വാളിറ്റി കാണാൻ ഇടവന്നിട്ടാണ് ലാൽ ജോസ് സാർ ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഞങ്ങളൊരു സന്തോഷം എന്താ വെച്ചാൽ, ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്ത് തുടങ്ങിയ ഒരു പ്രദേശത്ത് തന്നെ ഒരു മുഴുനീള സിനിമ, ഒരു വീട് ഇതിലൊരു കഥാപാത്രമാണ്. പ്രാങ്ങാലി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ വീട് ഇതിലെ കഥാപാത്രമാണ്. ഭാരതപ്പുഴയും ട്രെയിനും ഒക്കെ ഇതിലെ വന്നു പോകുന്നുണ്ട്. ഈ നാട്ടിലെ വള്ളുവനാട്ടിലെ വളരെ സാധാരണ മനുഷ്യരുടെ മരണവുമായി ബന്ധപ്പെട്ട ജീവിതവുമാണ് ഞങ്ങളിതിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. കാരണം അതൊരു കൂട്ടായ്മയുടെ സിനിമയാണ്, വള്ളുവനാടിന്റെ സിനിമയാണ്. എന്നാൽ എല്ലാവർക്കും, ഏതു മനുഷ്യനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞങ്ങളൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സിനിമ കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് കോലാഹലം കരസ്ഥമാക്കിയത് 15ഓളം പുരസ്കാരങ്ങളാണ്. 1 മണിക്കൂറും 40 മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു മരണവീട്ടിലെ രംഗങ്ങളാണ് കേന്ദ്ര പശ്ചാത്തലം. ഷിഹാബ് ഓങ്ങലൂരാണ് ക്യാമറമാൻ. 1 മാസത്തിനുള്ളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. നാടകരംഗത്ത് നിറഞ്ഞാടിയ സോദി മോഹനൻ, സീരിയൽ താരം വാണിയംകുളം സ്വദേശി വിഷ്ണു ബാലകൃഷ്ണൻ, കുളപ്പുള്ളി സ്വദേശി രാജു പിള്ളത്ത് തുടങ്ങി ഷൊർണൂർ, ചെറുതുരുത്തി, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് സിനിമയിലുള്ളത്. ഫൈൻ ഫിലിംസിന്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ്. വിശാൽ വിശ്വനാഥിന്റേതാണ് തിരക്കഥ. സംവിധായകൻ ലാൽ ജോസാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾക്ക് ഒരു പുതിയ കള്ളനെ കൂടി പരിചയപ്പെടുത്തുന്ന സിനിമ കേരളത്തിലെ 100-ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. UTV ന്യൂസ്, പാലക്കാട്.